The Real FM 103.6. ശ്രദ്ധ. ഇക്കഴിഞ്ഞ ദിവസം വടകരയിൽ കരിമ്പന പാലത്തിനടുത്ത് നിർത്തിയിട്ട കാരവാനിൽ 2 പേർ മരണപ്പെട്ട ദാരുണ സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു. കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചതാവാം മരണകാരണം എന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം നിഗമനം. വണ്ടി നിർത്തിയിട്ട ശേഷം AC ഓണാക്കിയാണ് ഇവർ ഇതിനുള്ളിൽ വിശ്രമിച്ചിരുന്നത്. AC പ്രവർത്തിപ്പിച്ച ജനറേറ്ററിന്റെ പുകയിൽ നിന്നാണ് കാർബൺ മോണോക്സൈഡ് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടാവുക എന്ന സംശയമാണ് ബലപ്പെടുന്നത്. സംഭവത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകൻ സജിത്ത് വളയം. വടകര കരിമ്പനപ്പാലത്ത് തിങ്കളാഴ്ച രാത്രി 8 മണിയോടെയാണ് കാരവൻ വാഹനത്തിലെ 2 പേര് മരിച്ച നിലയിൽ കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വടകരയിലെ മാധ്യമപ്രവർത്തകർക്ക് വിവരം ലഭിക്കുന്നത്. ഉടൻ തന്നെ സംഭവ സ്ഥലത്ത് ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകർ എത്തിയപ്പോൾ ആദ്യം കാണുന്നത് കാരവൻ വാഹനത്തിന്റെ സ്റ്റെപ്പിന് അടുത്തായിട്ട് ഒരാളെ മരിച്ച നിലയിൽ കിടക്കുകയായിരുന്നു. വടകര പോലീസ് സ്ഥലത്തെത്തി ഉള്ള പരിശോധനയിലാണ് ഈ വാഹനത്തിന്റെ പിന്നിലായിട്ട് ബർത്തില് ഒരാളെ കൂടി മരിച്ച നിലയിൽ കാണുന്നത്. ആദ്യം പല വിധത്തിലുള്ള ദുരൂഹതകളൊക്കെ ഉയർന്നെങ്കിലും പിന്നീട് പോലീസ് നടത്തിയ പരിശോധനയിൽ ഈ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചാണ് ഇവർ മരണമടഞ്ഞത് എന്ന ഒരു പ്രാഥമിക നിഗമനത്തിൽ എത്തിച്ചേരുകയായിരുന്നു. ഈ വാഹനത്തിന്റെ പിന്നിലായിട്ടാണ് ഈ ജനറേറ്റർ ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ ജനറേറ്റർ പോലീസ് പരിശോധിപ്പിച്ചപ്പോൾ മനസ്സിലാവുന്നത് പെട്രോൾ തീർന്ന നിലയിലായിരുന്നു. ഈ പെട്രോൾ തീർന്ന ജനറേറ്ററിൽ നിന്നും ഈ കാർബൺ മോണോക്സൈഡ് AC-യിലേക്ക് കയറുകയും AC-യിൽ നിന്ന് ഈ വാഹനത്തിന്റെ ഉള്ളിലേക്ക് പടരുകയും ഇത് ശ്വസിച്ചാണ് ഇവർ മരണമടഞ്ഞത് എന്ന ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തിയിട്ടുള്ളത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ, ഫോറൻസിക് സംഘം ഈ സ്ഥലത്ത് എത്തി വീണ്ടും പരിശോധന നടത്തി അപ്പോഴും ഈ നിഗമനത്തിൽ തന്നെയാണ് എത്തിയത്. വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ജനറേറ്റർ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ട് ഏത് തരത്തിലാണ് കാർബൺ മോണോക്സൈഡ് ഈ വാഹനത്തിന് ഉള്ളിലേക്ക് കടന്നത് എന്നത് സംബന്ധിച്ച് ഒരു പരിശോധന കൂടി നടത്തും. എന്നിരുന്നാലും കേരളത്തിലെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേട്ടുകേൾവി ഇല്ലാത്ത തരത്തിലാണ്. നേരത്തെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇത്തരം സംഭവങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ അത്തരത്തിലുള്ള കാണാത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന വേണമെന്നുള്ളത് പോലീസ് മേധാവി പറഞ്ഞിട്ടുള്ളത്. ഈ കാരവൻ വാഹനത്തിൽ ഒരു വിവാഹ പാർട്ടിയെ കണ്ണൂരിൽ ഇറക്കി തിരിച്ച് വരുമ്പോഴാണ് കരിമ്പനപ്പാലത്ത് ഇവർ വാഹനം നിർത്തുന്നത്. ഏകദേശം 1 മണിയോടെയാണ് ഈ വാഹനം കരിമ്പനപ്പാലത്ത് എത്തിയത് എന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതിന് വ്യക്തമായ തെളിവും ഉണ്ട്. കാരണം ഓൺലൈനിൽ 1 മണി വരെ ഇവർ ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായിട്ടും കോണ്ടാക്ട് ചെയ്തതായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പിന്നീടാണ് ഈ മരണം സംഭവിക്കുന്നത്. കാർബൺ മോണോക്സൈഡിന്റെ അപകട സാധ്യതയെക്കുറിച്ച് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ജെ ശ്രീലക്ഷ്മി. കാർബൺ മോണോക്സൈഡ് കളർലെസ് ആയിട്ടുള്ള ഗ്യാസ് ആയിട്ടാണ് വരുന്നത്. അതിന് പ്രത്യേകിച്ച് കളറോ മണമോ ടേസ്റ്റോ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. അതിനെ സൈലന്റ് കില്ലർ എന്നാണ് യൂഷ്വലി പറയുന്നത്. നമ്മൾ അങ്ങനെ ഒരു ഗ്യാസ് നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നുണ്ടെന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റത്തില്ല. യൂഷ്വലി നമ്മൾ പുറത്തൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അന്തരീക്ഷത്തിലൊക്കെ കാർബൺ മോണോക്സൈഡ് ലെവൽ ഉണ്ട്. സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരിലൊക്കെ 10% വരെ കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. യൂഷ്വലി അത് ഫേറ്റൽ ആവുന്നത് നമ്മുടെ ബോഡിയിൽ 40% കൂടുതൽ കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുമ്പോഴാണ്. ഈ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന വാതകം നമ്മുടെ ശരീരത്തിൽ കടക്കുമ്പോഴത്തേക്കും ബ്ലഡിൽ ഹീമോഗ്ലോബിനിലാണ് ഓക്സിജൻ ക്യാരി ചെയ്ത് നമ്മുടെ ടിഷ്യൂസിലെ സെൽസിലൊക്കെ കൊണ്ടുപോകുന്നത്. കാർബൺ മോണോക്സൈഡ് നമ്മുടെ ബോഡിയിൽ കയറുമ്പോഴത്തേക്കും ഈ ഹീമോഗ്ലോബിന് ഓക്സിജനെക്കാട്ടിലും 200-300 മടങ്ങ് അഫിനിറ്റി ഉണ്ട് കാർബൺ മോണോക്സൈഡിനോട്. കാർബൺ മോണോക്സൈഡ് നമ്മുടെ ബ്ലഡിൽ എത്തിക്കഴിഞ്ഞാൽ ഓക്സിജനെ വിട്ടിട്ട് ഹീമോഗ്ലോബിൻ പോയി കാർബൺ മോണോക്സൈഡിൽ അറ്റാച്ച് ചെയ്യും. അങ്ങനെയുള്ള ആ മോളിക്യൂളിനെയാണ് നമ്മൾ കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. അങ്ങനെ പറ്റുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കിട്ടാതെ വരികയും ഓരോ ഇൻഡിവിജ്വൽ സെൽസിലും സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ആ പ്രോസസ്സിന് ഓക്സിജൻ ആവശ്യമുണ്ട്. ആ ഓക്സിജൻ ഇല്ലാതെ കാർബോക്സി ഹീമോഗ്ലോബിൻ വന്ന് ഹീമോഗ്ലോബിനെ ഫില്ല് ചെയ്തിട്ട് സെല്ലുലാർ റെസ്പിറേഷനെ തടയുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ബോഡിയിൽ ഓക്സിജൻ അവൈലബിൾ അല്ലാത്തൊരവസ്ഥ ഉണ്ടാവും. ഇതാണ് അതിന്റെ മെക്കാനിസം ബോഡിയിൽ നടക്കുന്നത്. നമ്മുടെ അന്തരീക്ഷത്തിൽ ഒരു 10 ppm വരെയൊക്കെ നല്ല ഹെവി ട്രാഫിക്കിലൊക്കെ അത് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരു ക്ലോസ്ഡ് സ്പേസിൽ അത് വരുമ്പോഴത്തേക്കും കൂടുതൽ കോൺസെൻട്രേഷനിൽ അത് ഇൻഹേൽ ചെയ്യാണ്. 10 മുതൽ 30% വരെ മൈൽഡ് സിവിയറിറ്റി എന്ന് പറയും. 30 മുതൽ 40% വരെ മോഡറേറ്റ് സിവിയറിറ്റി എന്ന് പറയും. 40% കൂടുതലാണെങ്കിൽ വെരി സിവിയർ. 60% കൂടുതൽ നമ്മുടെ ബോഡിയിൽ
കാർബോക്സിഹീമോഗ്ലോബിൻ വന്നാൽ മരണസാധ്യത ഉണ്ടാകും. ചെറിയ കോൺസെൻട്രേഷനിൽ വരുമ്പോൾ നമുക്ക് ഭയങ്കര തലവേദന, തലകറക്കം, ഛർദില് ഇങ്ങനെയൊക്കെയാണ് ചെറിയ കോൺസെൻട്രേഷനിൽ നമ്മൾ ഇൻഹേൽ ചെയ്യുമ്പം വരുന്നത്. അപ്പൊ ആൾക്കാർക്ക് ആദ്യം പെട്ടെന്ന് മനസ്സിലാവത്തില്ല കാർബൺ മോണോക്സൈഡ് ഇൻഹേൽ ചെയ്തിട്ടാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളത്. നമ്മൾ ഹൈ ഇൻഡെക്സ് ഓഫ് സസ്പിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അല്ലാതെ കൂടുതൽ കോൺസെൻട്രേഷനിൽ വരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു അൺകോൺഷ്യസ്നെസ്സിലോട്ടൊക്കെ പോകും. ആൾക്കാർ ഫെയിന്റ് ചെയ്തൊക്കെ പോകും, ഫിറ്റ്സ് പോലൊക്കെ വരും. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒരു റെസ്പിറേറ്ററി ഡിപ്രഷനിലോട്ട് പോയിട്ട് മരണം സംഭവിക്കാം. നമ്മുടെ എല്ലാ ഓർഗൻസിനും ടിഷ്യൂസിനും ഒക്കെ ഹാർംഫുൾ ആണ്. ഗ്യാസ് മെക്കാനിസത്തിൽ വർക്ക് ചെയ്യുന്ന, കമ്പഷനിൽ വർക്ക് ചെയ്യുന്ന എല്ലാ അപ്ലയൻസസിലും ഇങ്ങനെ കാർബൺ മോണോക്സൈഡ് പോയ്സണിങ് ഡിഫക്റ്റീവ് ആയിട്ടുള്ള ആണെങ്കിൽ വരാനുള്ള സാധ്യതയുണ്ട്. യൂഷ്വലി ഇലക്ട്രിസിറ്റി മാത്രമായിട്ടുള്ള സംഭവങ്ങളിൽ അങ്ങനെ വരേണ്ടതല്ല. പക്ഷെ ഗ്യാസ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന സാധനങ്ങൾ, ഇപ്പൊ ചില എ സിയിൽ റൂം ഹീറ്റ് ചെയ്യാൻ പറ്റും, റൂം കൂൾ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഉള്ള എ സികളൊക്കെ ഉണ്ട്. അങ്ങനത്തേനകത്തൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത്. ഈ കാർബൺ കണ്ടെയ്ൻഡ് ആയിട്ടുള്ള സാധനങ്ങളുടെ ഇൻകംപ്ലീറ്റ് കമ്പഷൻ ഉണ്ടാവുമ്പോഴാണ് കാർബൺ മോണോക്സൈഡ് ഉണ്ടാവുന്നത്. ഇപ്പൊ നമ്മളൊരു തീ ഇടുമ്പോൾ, വുഡ് കത്തുമ്പോൾ അങ്ങനത്തേനകത്തൊക്കെ വരാം. അപ്പൊ നമ്മൾ പക്ഷെ ഓപ്പൺ സ്പേസിലാണ് നിൽക്കുന്നത്. ഇതൊരു ക്ലോസ്ഡ് സ്പേസിൽ, ഇപ്പൊ ഒരു ബിൽഡിങ്ങിന് തീ പിടിക്കുന്നു, അപ്പൊ അതിൽ ഈ തീ പിടിക്കുന്നതിനോടൊപ്പം തന്നെ ഇതുപോലുള്ള ഒരുപാട് ഇറസ്പയറബിൾ ഗ്യാസസും ഉണ്ടാവാറുണ്ട്. അങ്ങനത്തെ ഈ ടോക്സിക് ഗ്യാസസ് ഇൻഹേൽ ചെയ്ത് ആൾക്കാർക്ക് മരണം സംഭവിക്കാനോ സാധ്യതയുണ്ട്. പോസ്റ്റ്മോർട്ടത്തിൽ നമ്മൾ ബോഡി എടുക്കുമ്പോഴത്തേക്കും സാധാരണ ബോഡിക്ക് ഒരു ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ഒക്കെയാണ് വരുന്നത്. പക്ഷേ ഈ ഹൈപ്പോസ്റ്റാസിസ് എന്ന് പറയുന്ന ഒരു മെക്കാനിസം ഉണ്ട്. അതായത് നമ്മുടെ ബോഡി കുറെ നേരം ഇങ്ങനെ ഒരു പ്രതലത്തിൽ കിടക്കുമ്പോഴത്തേക്കും ബ്ലഡ് താഴെ വന്ന് അടിയുന്ന ഒരു പ്രതിഭാസമുണ്ട്. അപ്പൊ അതിന്റെ കളർ വെച്ചിട്ട് നമ്മൾ കാർബൺ മോണോക്സൈഡ് പോയ്സണിങ്ങിൽ ചെറിയ റെഡ് കളർ ഹൈപ്പോസ്റ്റാസിസ്, നല്ല ചെറിയ റെഡിൽ നമുക്ക് ബ്ലഡ് കാണാൻ പറ്റും. ഇന്റേണൽ ഓർഗൻസും എല്ലാം കാണാൻ പറ്റും. പിന്നെ ഹാർട്ടിനകത്തും എല്ലാം ഹെമറേജസ് കാണും. തലച്ചോറിന്റെ അകത്ത് മൈക്രോസ്കോപ്പിക്കലി നോക്കുമ്പോഴും കുറെ ഹെമറേജസ് കാണും. നെക്രോസിസുകൾ ഉണ്ടാവും. എല്ലാ സ്ഥലത്തും അതിന്റെ ടോക്സിക് ഇഫക്ട്സ് വരാറുണ്ട്. പിന്നെ നമുക്ക് കാർബോക്സി ഹീമോഗ്ലോബിന്റെ ലെവൽ ബ്ലഡിൽ നിന്നതൊന്നും ഒക്കെ എടുത്ത് പരിശോധിക്കാം. തുറസായ സ്ഥലത്തല്ലാതെ വണ്ടി പാർക്ക് ചെയ്ത് AC പ്രവർത്തിപ്പിച്ച് അതിനുള്ളിൽ കിടന്നുറങ്ങുന്നവർ ഇത്തരം അപകട സാധ്യതയെക്കുറിച്ച് ജാഗരൂകരാകണം. AC കൺസൾട്ടന്റ് ബെന്നി സെബാസ്റ്റ്യൻ. വണ്ടിക്കകത്ത് ഒരു എയർ കണ്ടീഷൻ നമ്മൾ ഫങ്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെന്ന് വെച്ചാൽ റീസർക്കുലേഷൻ, എന്ന് വെച്ചാൽ പുറത്ത് നമ്മൾ ഒരു എയറും എടുക്കുന്നില്ല, അകത്തെ എയർ മാത്രം സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അകത്തെ എയർ മാത്രം സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കുള്ള ഒരു ഇഷ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കാർബൺ ഡയോക്സൈഡിന്റെ അളവെല്ലാം കൂടും. പിന്നെ അതിൻ്റെ കുറച്ച് അകത്തുണ്ടാകുന്ന എന്തെങ്കിലും ഒരു സ്മെല്ലും എല്ലാം കൂടെ വരും. പുറത്ത് നേരെ എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെയൊക്കെ പുറത്തെന്ന് പറഞ്ഞാലും അത്യാവശ്യം ടൗണിലൊക്കെ കയറുമ്പോൾ നല്ല സ്മെല്ലാണ്. പക്ഷെ ഒരു നല്ല ഏരിയ കൂടെ പോകുമ്പോഴത്തേക്ക് സ്മെല്ലൊന്നും ഇല്ലാത്ത എയർ കയറുമ്പോഴത്തേക്ക് ഡൈല്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും അകത്തെ എയർ. എല്ലാ വണ്ടിക്കും കൊണ്ട് 2 ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾക്ക് വണ്ടിയുടെ എമിഷൻ എന്ന് വെച്ചാൽ കാർബൺ മോണോക്സൈഡ് ആണ്. അത് ഭയങ്കര ഒരു പോയിസണസ് ഗ്യാസ് ആണ്. അത് ഈ കാർ ഷെഡിലൊക്കെ ഇട്ട് നമ്മൾ അടച്ചിട്ട് വെച്ച് അതിൻ്റെ അകത്ത് കിടക്കുമ്പോൾ ഈ എയർ പുറത്തേക്ക് പോവില്ല, ഈ കാർ ഷെഡിന്റെ അകത്ത് തങ്ങി നിൽക്കുന്നുണ്ട്. അത് നമ്മുടെ ഈ വണ്ടിക്കകത്തേക്ക് കയറും. കാർബൺ മോണോക്സൈഡ് നമ്മൾ അറിയില്ല ഈ പോയിസൺ ശ്വസിക്കുന്നത്. കാർബൺ മോണോക്സൈഡ് ശ്വസിക്കുമ്പം നമ്മളുടെ ഉറക്കത്തിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ. നമ്മൾ അറിയില്ല ഈ പോയിസൺ ഗ്യാസ് ശ്വസിക്കുക, അറിയില്ലാത്തൊരു മരണമാണ് കാർബൺ മോണോക്സൈഡ് ശ്വസിച്ച് മരിക്കുമ്പോഴത്തേക്കും. ഓടുന്ന വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള ഇഷ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാർബൺ മോണോക്സൈഡ് ഒന്നും അവിടെ തങ്ങി നിൽക്കുന്നില്ല. വണ്ടി അത് എമിറ്റ് ചെയ്യുന്ന ഗ്യാസുകൾ ഓടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അറ്റ്മോസ്ഫിയറിൽ റിലീസ് ചെയ്യും. പക്ഷെ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടി എന്ന് പറയുന്നത് അവിടെ തങ്ങി നിൽക്കും. നമ്മൾ ആ നിർത്തിയിരുന്ന സ്ഥലം പോലെ ഇരിക്കും. നിർത്തിയിരുന്ന കാർ ഷെഡ്, കാർ പോസ്റ്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾ വീട്ടിലേക്ക് കയറി ഇടുമല്ലോ പൊതുവെ ക്ലോസ് ഏരിയയില്, അവിടെ കയറ്റിയിരുന്ന സമയത്താണ് കൂടുതൽ ഈ മരണപ്പെടുന്നത്. അങ്ങനെയാണ് ഈ ഗരാജ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കയറ്റിയിടും. എമിറ്റ് ചെയ്യുന്ന എയർ പുറത്തേക്ക് പോവില്ല, അവിടെ തങ്ങി നിൽക്കും. വെന്റ് നമ്മൾ ഓപ്പൺ ചെയ്തില്ലെങ്കിൽ തന്നെ പലപ്പോഴും ചില ഓപ്പണിങ്സ് ഒക്കെ കാണും വണ്ടിയെല്ലാം. പെർഫെക്റ്റ്ലി എയർ ടൈറ്റ് ഒന്നും ആവില്ല. അത് വീണ്ടും ഈ വണ്ടിക്കകത്തേക്ക് എടുത്ത് ഫുൾ ക്വാണ്ടിറ്റിയിലെ പോലും പതുക്കെ ഫുൾ നൈറ്റ് ഒക്കെ ഇതിനകത്ത് കിടക്കുമ്പോഴത്തേക്കും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി കിടന്നിട്ട് 3-4 മണിക്കൂറെ കിടക്കുമ്പോഴത്തേക്കും നിർത്തിയിട്ടിരിക്കുന്ന വണ്ടി ഇതുപോലെ ഇടുങ്ങിയ സ്ഥലത്താണെങ്കിൽ അത് തന്നെ നമ്മൾ വീണ്ടും ആ എയർ വണ്ടിക്കകത്ത് കയറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതായിരിക്കും റീസർക്കുലേറ്റ് ചെയ്ത് കാർബൺ മോണോക്സൈഡിന്റെ അളവുള്ള എയർ. അതാണ് ബേസിക്കലി ഒരു ഡെത്തിലേക്ക് പോകുന്നത്. കാർബൺ മോണോക്സൈഡ് വണ്ടിക്കകത്ത് കയറിയിട്ട് ആ എയർ ശ്വസിക്കുന്നതിലാണ് ഈ ഡെത്ത് സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് കെയർ എടുക്കണം എന്ന് വിചാരിച്ചാൽ നമ്മൾ പൊതുവെ ഒരു വണ്ടി നിർത്തിയിടുമ്പോഴത്തേക്ക് ഒരു ഓപ്പൺ ഏരിയ നിർത്തിയിടുക. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ അകത്ത് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഗരാജിലൊക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിടരുത്. നമ്മൾ ഇച്ചിരി ഓപ്പൺ ഏരിയയിലാണെങ്കിൽ കുഴപ്പമില്ല, പ്രശ്നമില്ലാത്ത സ്ഥലം നോക്കിയിട്ടുണ്ടാവും. അങ്ങനെ നിർത്തിയിട്ടേച്ച് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കിടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ എയർ അവിടെ ഡൈല്യൂട്ട് ആയിക്കൊണ്ടിരിക്കും. അവിടെ തങ്ങി നിൽക്കുന്നില്ല. അവിടെ തങ്ങി നിൽക്കുമ്പോഴാണ് ആ എയർ തന്നെ തിരിച്ച് വണ്ടി ഉള്ളിലേക്ക് വരാനുള്ള ഒരു പോസിബിലിറ്റി വരുന്നത്. കാർബൺ മോണോക്സൈഡ് എന്ന വാതകം ശ്വസിച്ചുള്ള മരണത്തിന്റെ റിപ്പോർട്ടുകൾ പലയിടങ്ങളിൽ നിന്നും പുറത്തു വന്നിട്ടുള്ളതാണ്. അടച്ചിട്ട മുറിക്കുള്ളിലും വാഹനത്തിനുള്ളിലുമൊക്കെയാണ് ഒരു നിശബ്ദ കൊലയാളിയായി ഈ വാതകം കടന്നെത്തുന്നത്. അതിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാവുക മാത്രമാണ് ഇത്തരം അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം. ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് C. ഉദയചന്ദ്രൻ. ആശയം നിർവഹണം
സി കൃഷ്ണകുമാർ. ശ്രദ്ധ.